യമനിൽ ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു, 30 പേർക്ക് പരിക്കേറ്റു. 4 സൈനികരും 3 സാധാരണക്കാരുമാണ് മരിച്ചത്. ചെങ്കടലിലെ തുറമുഖ നഗരമായ അൽ മഖയിലാണ് ആക്രമണം നടന്നത്. മിസൈലുകളും ഡ്രോണുകളും ആക്രമണത്തിന് ഉപയോഗിച്ചു. സൈനിക സിവിലിയൻ കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടന്നത്. വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളും ആക്രമിച്ചതായി സൈനിക വക്താവ് മജീദ് അൽ നുസൈനി അറിയിച്ചു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? ഈ ഹൂതികൾ തുടർച്ചയായി യമനിലെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ആക്രമണം നടത്തുന്നുണ്ട്. നേരത്തെ ഉണ്ടായ ആക്രമണത്തിൽ കൂടുതൽ പേർ കൊല്ലപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അതിൽ സൈന്യം തിരിച്ചടിയും നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഹൂതികൾ അവിടെ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഐസൺ, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. അൽമഖ തുറമുഖ നഗരത്തിലാണ് ഈ ആക്രമണം നടന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 7 പേർ കൊല്ലപ്പെടുകയും 30ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതിൽ 4 പേർ സൈനികരാണ്. അതായത് സൈനിക കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം നടന്നത്. സൗദി അറേബ്യയുടെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വെയർഹൌസുകളും അതുപോലുള്ള സംവിധാനങ്ങൾക്ക് നേരെയും ആക്രമണം നടന്നിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ 4 സൈനികരും 3 സിവിലിയന്മാരുമാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല രീതിയിലുള്ള പ്രത്യാക്രമണം യമനിലെ വ്യവസ്ഥാപിത സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുവെങ്കിൽ കൂടി വീണ്ടും ഹൂതികളുടെ ആക്രമണം തുടരുകയാണ്. അതായത് US സൗദി ധാരണ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ മുതൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ സൗദി അറേബ്യയുടെ പിന്തുണയോടെ നടക്കുന്ന സൈനിക സംവിധാനങ്ങളാണ് യമനിലെ വ്യവസ്ഥാപിത സൈന്യത്തിനുള്ളത്. ആ സൈന്യത്തിന് നേരെ ആക്രമണം നടക്കുന്ന ഒരു നീക്കങ്ങളാണുള്ളത്. നേരത്തെ നടന്ന ആക്രമണത്തിൽ സ്ഥിരീകരിച്ച വിവരം അനുസരിച്ച് 30 പേരും സ്ഥിരീകരിക്കാത്ത മറ്റു ചില വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് 58 പേരും മരിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത്. ഇത്തരത്തിൽ വീണ്ടും തുടർച്ചയായി ആക്രമണം നടത്തുന്ന ഒരു നീക്കം ഹൂതികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതീവ ഗൗരവമേറിയ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.